ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി. ബൽറാം നെടുങ്ങാടി, ഡൽഹിയാണിപ്പോൾ ശ്രദ്ധാകേന്ദ്രം. വൈകിട്ടോടുകൂടി തിരുവനന്തപുരമാകും ഈ രാഷ്ട്രീയ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രം. ഇപ്പോൾ ഡൽഹിയാണ്. ഡൽഹിയിൽ ചില തിരക്കിട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ? ആരായിരിക്കും കേരള മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച കേരളത്തിന്റെ ആകാംക്ഷ തുടരുകയാണ്. കോൺഗ്രസ് നേതൃത്വം ഈ ജനവിധിയെ അപഹസിക്കും വിധമുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ഇതുവരെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല. ഓരോ ദിവസവും നാളെ 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 എന്നുള്ള കാര്യം പറഞ്ഞ് ചർച്ചയും ചർച്ചകളോട് ചർച്ചയുമായി ഇത്രയും ദിവസം നീണ്ടുപോയി. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന മറ്റു 4 സംസ്ഥാനങ്ങളിലും അവിടെ മുഖ്യമന്ത്രിമാർ അധികാരമേറ്റു. അവിടുത്തെ ഭരണയന്ത്രങ്ങൾ ചലിച്ചു തുടങ്ങി. കേരളം പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഭരണയന്ത്രം നിശ്ചലാവസ്ഥയിലാണ്. ഈ ഇപ്പോൾ ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ള UDFന്റെ ചില സർവീസ് സംഘടനകളുടെയൊക്കെ നിർബന്ധപ്രകാരം അവർ നടത്തുന്ന ചില സ്ഥലം മാറ്റങ്ങൾ, അതിനപ്പുറം ശമ്പള വിതരണം, ഇതല്ലാതെ മറ്റൊരു കാര്യവും സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നില്ല. എത്രയോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതാണ്. മഴ വരാൻ പോകുന്നു, മഴക്കാലം വരാൻ പോകുന്നു. അതിനു മുമ്പ് സ്വീകരിക്കേണ്ട നടപടികൾ മന്ത്രിസഭാ യോഗം തീരുമാനിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇന്ധന വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ള ചെലവ് ചുരുക്കലുമായി ബന്ധപ്പെട്ടുമൊക്കെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇത്തരം നിരവധി കാര്യങ്ങൾ. SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ പോകുന്നു, പ്രഖ്യാപിക്കാൻ പോകുന്നു, സ്കൂളുകൾ തുറക്കാൻ പോകുന്നു, പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ പോകുന്നു. അങ്ങനെ എത്രയോ വിഷയങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടത് പരിഹരിക്കാൻ കിടക്കുമ്പോഴാണ് ഈ കസേരയിലേക്ക്, മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരാളെ കണ്ടെത്താൻ കഴിയാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിന്ന് വിയർക്കുന്ന കാഴ്ച കേരളീയർക്ക് മുന്നിൽ, മലയാളികൾക്ക് മുന്നിൽ കാണുന്നത്. ശരി ദിലീപ്, എനിക്ക് നമുക്ക് ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി. ബൽറാം, സാധാരണ നിലയിൽ പലതരത്തിലാണ് ഈ പ്രഖ്യാപനങ്ങൾ, കേരളത്തെ ഈ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പ്രഖ്യാപനങ്ങൾ വരാറുള്ളത്. ഒന്നെങ്കിൽ അത് ACC ആസ്ഥാനത്ത് വെച്ച് വാർത്താ സമ്മേളനത്തിൽ പറയും, അല്ലെങ്കിൽ വാർത്താ കുറിപ്പായി ഇറക്കും, അതല്ലെങ്കിൽ അതത് സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപനം നടത്താം. ഇത് ഏത് രീതിയായിരിക്കും ഇത്തവണ കേരളത്തിന്റെ കാര്യത്തിൽ അവലംബിക്കാൻ പോകുന്നത്? ഇപ്പോൾ ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള 4 പേർ ചാർട്ടേഡ് വിമാനത്തിൽ കേരളത്തിലേക്ക് പുറപ്പെടാൻ പോകുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയ വിവരം. മാത്രമല്ല രാഹുൽ ഗാന്ധി അവസാനവട്ട ചർച്ച നടത്തിയിരിക്കുന്നു KC വേണുഗോപാലുമായി. അതൊരു അനുനയ ചർച്ചയായിരുന്നു എന്ന നിഗമനം നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ബൽറാം? എപ്പോഴായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക? പ്രഖ്യാപനം കേരളത്തിലായിരിക്കും? GK, ഈ വിഷയത്തിൽ ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്ത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം KC ക്യാമ്പ് ഈ ഘട്ടത്തിലും കടുത്ത ആത്മവിശ്വാസം തന്നെ പ്രകടിപ്പിക്കുകയാണ്. നിയമസഭാ കക്ഷി യോഗത്തിൽ മുൻതൂക്കം KCക്കാണ് എന്നും അതുകൊണ്ട് തന്നെ അത് മറികടന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോകില്ല എന്നുമുള്ള ഒരു ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ ഒരു വിവരം എന്നുള്ളത് ഈ കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ KC വേണുഗോപാലും നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചർച്ചകൾ നടന്നിരുന്നത്. KC വേണുഗോപാൽ ഈ വസതിയിലേക്ക് എത്തുന്നതിന് മുമ്പായി തന്നെ രാഹുൽ ഗാന്ധിയുടെ സുനേരി ബാഗിലെ വസതിയിൽ പ്രിയങ്ക ഉണ്ടായിരുന്നു. ആ ഇരുവരോടുമായി ഇരുന്നാണ് KC വേണുഗോപാൽ സംസാരിച്ചത്. 1.5 മണിക്കൂറിലേറെ നീണ്ടുനിന്ന കൂടിക്കാഴ്ചയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച ഒരു അനുനയിപ്പിക്കാനുള്ള കൂടിക്കാഴ്ച, KC വേണുഗോപാലിന് അപ്പുറത്തേക്ക് ഒരു പേരിലേക്ക് പോയതിനാൽ തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള കൂടിക്കാഴ്ചയാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു സാധ്യത എന്നുള്ളത് അദ്ദേഹത്തെ, എന്റെ പേരാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അത് അദ്ദേഹത്തെ അറിയിക്കാനുള്ള കൂടിക്കാഴ്ചയാകാം. ഒരു സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണോ, കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി എന്ന നിലയിലാണോ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ ഈ 2 സാധ്യതകളും ഇപ്പോഴും നിലനിൽക്കുന്നു, ഈ ഒരു ഘട്ടത്തിലും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി GK ചോദിച്ച എങ്ങനെയായിരിക്കും കേരളത്തിന്റെ കാര്യത്തിലെ പ്രഖ്യാപനം എന്ന വിഷയം, അത് ശ്രദ്ധേയമായ കാര്യം എന്നുള്ളത് കേരളത്തിൽ കഴിഞ്ഞ ദിവസം ACC നേതൃത്വത്തിൽ നിന്ന് ലഭിച്ച സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ആ പേര് പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ആ ഒരു തീരുമാനം അത് ദീപാദാസ് മുൻഷിയെ ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദീപാദാസ് മുൻഷി അവിടെ എത്തുന്ന ഘട്ടത്തിൽ അത് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പതിവ് രീതിയിൽ വാർത്താ സമ്മേളനത്തിലൂടെയും വാർത്താക്കുറിപ്പായി
പതിവായും മുഖ്യമന്ത്രിയുടെ പേര് അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്ത കാര്യം കോൺഗ്രസ് അറിയിക്കാറുണ്ട്. കേരളത്തിൽ എന്നാൽ നിയമസഭാ കക്ഷി യോഗത്തിൽ പ്രഖ്യാപിക്കുക എന്നതായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. അതിൽ മാറ്റം ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ടോ എന്നും പറയാൻ കഴിയില്ല. കാരണം അപ്രതീക്ഷിതമായ മുന്നറിയിപ്പുകളില്ലാത്ത നീക്കങ്ങളാണ് കോൺഗ്രസിൽ ഈ വിഷയത്തിൽ നടന്നത് അത്രയും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ കാര്യമായ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല എങ്കിൽ പോലും ഈ കെ സി വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച അതിൽ ഈ ഒരു തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം അറിയേണ്ടതുണ്ട്. അത് കെ സി വേണുഗോപാൽ പുറത്തെത്തുമ്പോൾ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ. അദ്ദേഹം എന്നാൽ ഈ കഴിഞ്ഞ 2 ദിവസമായി ഇന്ന് രാവിലെ അടക്കം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് കൂടുതൽ പേർ വരിക, അതുണ്ടാക്കുന്ന അനിശ്ചിതത്വം, അതിനുമേലുള്ള ആശയക്കുഴപ്പം, ഇതൊന്നും ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യങ്ങളല്ല. അത് നമ്മൾ പലയിടങ്ങളിൽ കർണാടകത്തിലും തെലങ്കാനയിലും ഹിമാചലിലും രാജസ്ഥാനിലും ഒക്കെ കണ്ടിട്ടുള്ള കാര്യമാണ്. അത്തരം സാഹചര്യങ്ങളെ പരിശോധിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തി തീരുമാനങ്ങൾ എടുത്ത് പരിചയമുള്ളതാണ് ഹൈക്കമാൻഡിന്. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഈ അനിശ്ചിതത്വം ഇത്രയധികം നീണ്ടത്? എന്തുകൊണ്ടാണ് അത്? കെ സി വേണുഗോപാൽ കൂടി, അതായത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കെ സി വേണുഗോപാൽ കൂടി അവകാശവാദം ഉന്നയിച്ചത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ കെ സി അനുനയിപ്പിക്കുക എന്നതായിരിക്കില്ലേ ഹൈക്കമാൻഡിന് മുന്നിൽ ഏറ്റവും പ്രയാസമേറിയ ഒരു കടമ്പ? അത് മറികടന്നു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ജി കെ നേരത്തെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും കർണാടകത്തിലും മറ്റും ഈ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിലൂടെ ഉണ്ടായ പ്രതിസന്ധി അത് കോൺഗ്രസിനെ ഏറെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന ഒരു വിശദീകരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിയമസഭാ കക്ഷി യോഗത്തോട് ഒപ്പം മറ്റ് മാനദണ്ഡങ്ങൾ കൂടി പരിഗണിക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഒപ്പം തന്നെ സഖ്യകക്ഷികളുടെ നിലപാടുകൾ കോൺഗ്രസ് മുൻപും കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ പരിശോധിച്ചാൽ മുമ്പ് പരിഗണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മുൻപ് 2 തവണ ഇത്തരത്തിൽ സഖ്യകക്ഷികളുടെ സ്വാധീനം നിർണായകമായി മാറിയിട്ടുണ്ട്. ഈ ചരിത്രം ബാക്കി നിൽക്കുന്നുണ്ട്. അതേസമയം ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ അനുനയ നീക്കമാണോ അല്ലെങ്കിൽ ഈ ഒരു അറിയിപ്പ് ആണോ നടക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇനി ഒരു പക്ഷേ അനുനയമാണ് സഖ്യകക്ഷികളുടെയും പൊതുവികാരം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് കെ സിക്കപ്പുറം മറ്റൊരു പേരാണ് തെരഞ്ഞെടുത്തത് എങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു പാക്കേജ് ഉറപ്പായും ഹൈക്കമാൻഡ് നൽകാൻ എന്ന് ഉറപ്പാണ്. അത് എന്ത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇനിയുള്ള ചോദ്യം. അതിൽ പല അഭ്യൂഹങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ പദവി ഉൾപ്പെടെയുള്ളവ നൽകിയേക്കും ഒഴിയേണ്ട സാഹചര്യം ഉണ്ടായാൽ. കാരണം ജി കെ സൂചിപ്പിച്ച പോലെ തന്നെ ഹൈക്കമാൻഡുമായി ഏറെ അടുപ്പമുള്ള നേതാവാണ് കെ സി വേണുഗോപാൽ. ഒപ്പം അദ്ദേഹത്തിന്റെ ഇപ്പോഴും ഹൈക്കമാൻഡിന്റെ ഏറ്റവും വിശ്വസ്തൻ എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അത്തരം പദവികൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് നൽകാൻ പരിഗണിക്കുന്നുണ്ട് എന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ആ തീരുമാനം അദ്ദേഹം തന്നെയാണോ അദ്ദേഹത്തിന് അപ്പുറം ഒരു പേരാണോ എന്ന കാര്യം ഇപ്പോഴും ആ കാര്യത്തിൽ ഹൈക്കമാൻഡ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. എല്ലാ കണ്ണുകളും ഇപ്പോൾ ഡൽഹിയിലേക്കാണ്. ഡൽഹി രാജാജി മാർഗിലെ 10ാം നമ്പർ വസതിയിലേക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അവിടെ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയാണ്, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയാണത്. അവിടേക്ക് ഇപ്പോൾ നേതാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ജയറാം രമേശ്, AICC മാധ്യമ വിഭാഗം ചുമതലക്കാരനായ ജയറാം രമേശ് എത്തിയിട്ടുണ്ട്. മുകുൾ വാസ്നിക് അവിടെ എത്തിയിട്ടുണ്ട്. മറ്റു നേതാക്കളൊക്കെ ഇപ്പോൾ ഖർഗെയുടെ വസതിയിലേക്ക് എത്തുന്നു. നിർണായകമായ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള കൂടിക്കാഴ്ചയാണിപ്പോൾ ഡൽഹിയിൽ രാജാജി മാർഗിലെ 10ാം നമ്പർ വസതിയിൽ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ നടക്കുന്നത്. നിരവധി പ്രേക്ഷകർ, ഗോപികൃഷ്ണൻ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കമന്റുകളുടെ പ്രവാഹമാണ് നമ്മുടെ കമന്റ് ബോക്സിൽ. അതിൽ ഒരുപാട് നാണം തോന്നേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി ആരെന്നറിയാനല്ലേ ശബരിമല കൊള്ള നടത്തിയ മന്ത്രി ആരെന്നറിയാനുള്ള തിരച്ചിലല്ലോ എന്ന് സൗമ്യ ഷിബു പറയുന്നു. അക്വില റോക്സ് പറയുന്നു ഇനി ഇടപെടാൻ ഐക്യരാഷ്ട്രസഭ കൂടിയേ ബാക്കിയുള്ളൂ എന്ന കാര്യം. ആ നിലയിൽ നിരവധി പേരാണ് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത്. റഫീഖ് ഷഫ് എന്നൊരു പ്രേക്ഷകൻ പറയുന്നു മുഹബത്തിന്റെ മുന്തിരിത്തേനുമായി വീണ്ടും ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപന ദിനം വരവായി, ഏവർക്കും മുഖ്യമന്ത്രി പ്രഖ്യാപന ദിനാശംസകൾ എന്നാണ്. അങ്ങനെ രസകരമായ നിരവധി കമന്റുകളൊക്കെ, അതെ, ട്രോളുകളുമൊക്കെയായി കമന്റ് ബോക്സ് ഇങ്ങനെ നിറയുകയാണ്. 24ന്റെ നിരവധി പ്രേക്ഷകരാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഈ ചർച്ചകളും വാർത്തകളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്നു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.